നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് റൈറ്റിംഗ് എഫക്റ്റീവ് സെയിൽസ് ലെറ്റേഴ്സ്. അപ്പം സെയിൽസ് മാനേജ്മെൻറ്റിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് വരുന്നതാണ് സെയിൽസ് ലെറ്റേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സെയിൽസ് ലെറ്റേഴ്സ് നമുക്ക് റിട്ടേൺ ചെയ്യാം? അതിനിടയ്ക്ക് എന്താണ് സെയിൽസ് ലെറ്റേഴ്സ്? സെയിൽസ് ലെറ്റേഴ്സ് ആർ മെയിൻലി റിട്ടേൺ ബൈ ദ ബിസിനസ്സാണ്. ആരാ എഴുതുന്നത്, റിട്ടേൺ ചെയ്യുന്നത്? ബിസിനസ്സാണ്. ആർക്ക് വേണ്ടിയിട്ട്? ടു ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. അവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ളവർക്ക്, ആൻഡ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് നിലവിൽ കസ്റ്റമർ ആയിട്ടുള്ളവർക്ക്. എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ട്? റിഗാർഡിംഗ് ദ പ്രോഡക്റ്റ്, സർവീസ് the business offers newly launched product, any change in existing product. അതായത് ഏതൊക്കെയാണ് പുതിയതായിട്ട് പ്രോഡക്റ്റ് വരുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് പുതിയ ബിസിനസ് ഓഫേഴ്സുകൾ എന്തൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെയാണ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്സിൽ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നത്, എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനോ നമ്മൾ ഒരു റിട്ടേൺ ലെറ്ററായിട്ട് അയക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാവ് ദ മോട്ടീവ് ഓഫ് കീപ്പിംഗ് കസ്റ്റമേഴ്സ് അപ്ഡേറ്റഡ് ആണ്. അതായത് എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിനെ അപ്ഡേറ്റ് ആക്കണം. അവർക്ക് പുതിയ ഓഫേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പുതിയ ചേഞ്ചസ് എന്തൊക്കെ വന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ അപ്ഡേറ്റ് ആക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എൻഷ്യൂർ ദ ലോങ് ടേം റിലേഷൻഷിപ്പ്. അത് തന്നെ നമുക്ക് എന്താവും, നമുക്ക് ഇങ്ങനെ പുതിയ പ്രോഡക്റ്റ് വരുന്നത് നമ്മളിങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുതിയ ഓഫറുകൾ, ഒരുപാട് ഡിസ്കൗണ്ടുകൾ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താവും, അവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വരും. സാധാരണ രീതിയിൽ എഫക്റ്റീവായിട്ടുള്ളൊരു സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ആ റിട്ടേൺ ഇൻ എ കോൺവെർസേഷണൽ ടോണിലായിരിക്കും. കോൺവെർസേഷണൽ ടോണിലാണ്. ഫോക്കസ് ഓൺ ദ റീഡേഴ്സ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് വായിക്കുന്നവർക്ക് എന്താണ് ഇൻട്രസ്റ്റ്, വായിക്കുന്നവർക്ക്, അതായത് വായിക്കുന്നത് ആരായിരിക്കും, കസ്റ്റമേഴ്സ് ആയിരിക്കും. അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ നീഡ്സ് എന്താണ്, ആ ഒരു ഇതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ സെയിൽസ് ലെറ്റേഴ്സ് എപ്പോഴും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് പെർസ്വാസീവ് ലാംഗ്വേജ് ആൻഡ് ടെക്നിക് ടു കൺവിൻസ് ദ റീഡർ ടു ആക്ട്. നല്ല അടിപൊളി ലാംഗ്വേജ്. സാധാരണ രീതിയിൽ നമുക്കറിയാലോ, ഓരോ കോട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പരസ്യങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസിനെ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയക്കുന്ന ലെറ്റേഴ്സാണ്. അതിലുള്ള വേർഡുകളായിക്കോട്ടെ, അതിൽ പറയുന്ന ലാംഗ്വേജുകളായിക്കോട്ടെ, ഒരു കസ്റ്റമറിന് ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലോ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലോ ആയിരിക്കണം ആ ഒരു സെയിൽസ് ലെറ്റേഴ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് ടു കൺവിൻസ് ദ റീഡർ ടു ആക്റ്റ് ആണ്. അതായത് നമുക്കത് വാങ്ങാൻ തോന്നണം, അതായത് ആ ഒരു ആക്റ്റിലേക്ക് വരണം. ദെൻ ബൈ ക്രാഫ്റ്റിംഗ് വെൽ റിട്ടൺ sales letter, business can effectively communicate the value of their product and service to potential customers and ultimately grow their bottom line. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു വെൽ റിട്ടൺ ആയിട്ടുള്ള സെയിൽസ് ലെറ്റേഴ്സ് നമ്മളെ സെയിൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെയിൽസ് ലെറ്റർ? ഒരു സെയിൽസ് ലെറ്റേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെ ഉണ്ടായിരിക്കണം ആ ഒരു സെയിൽസ് ലെറ്റേഴ്സിൽ? അറ്റൻഷൻ ഗ്രാബിംഗ് ഹെഡ്ലൈൻ. നമുക്കറിയാലോ, ഓരോ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന സമയത്ത് തന്നെ ഉണ്ട് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി അല്ലേ, അതൊരു ക്യാപ്ഷനാണ്. അതുപോലെ നല്ല അടിപൊളി അറ്റൻഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഓരോരുത്തരെ ഗ്രാബ് ചെയ്യുന്ന തരത്തിലുള്ള ഹെഡ്ലൈൻസ് ആയിരിക്കണം ഓരോ സെയിൽസ് ലെറ്റേഴ്സിനും ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ഇൻട്രഡക്ഷൻ, അതായത് നല്ല അടിപൊളി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ എന്തിലുണ്ടായിരിക്കണം, സെയിൽസ് ലെറ്റേഴ്സിൽ ഉണ്ടായിരിക്കണം. ദെൻ കോൾ ടു ആക്ഷൻ ആണ്. എൻകറേജ് ദ റീഡർ ടു ടേക്ക് സ്പെസിഫിക് ആക്ഷൻ. ആ സെയിൽസ് ലെറ്റർ കാണുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സാധനങ്ങൾ വാങ്ങാൻ തോന്നുന്ന രീതിയിലായിരിക്കണം. അതായത് കോൾ ടു ആക്ഷൻ ആണ്. ദെൻ പേഴ്സണലൈസേഷൻ ആണ്. ദെൻ ഇത് റീഡർ നീഡ്സ് ഇൻട്രസ്റ്റ് യൂസിങ് ലാംഗ്വേജ് ആൻഡ് റെസണേറ്റ് വിത്ത് ദം ടു മേക്ക് ദം ഫീൽ അണ്ടർസ്റ്റുഡ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് റീഡേഴ്സിൻ്റെ നീഡ്സും ഇൻട്രസ്റ്റും വെച്ചിട്ടായിരിക്കണം, അത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ലാംഗ്വേജിലായിരിക്കണം. അപ്പോൾ ആ സമയത്ത് തന്നെ എന്ത് വരും, അവർ കൂടുതലായിട്ട് ഈ ഒരു സെയിൽസിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ദെൻ പെർസ്വാസീവ് ലാംഗ്വേജ്, അതായത് സൈക്കോളജിക്കൽ ട്രിഗേഴ്സ് ടു ഇൻഫ്ലുവൻസ് ദ റീഡേഴ്സ് ഇമോഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ പെർസ്വാസീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതിൽ വരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ സൈക്കോളജിക്കലി കസ്റ്റമേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ലാംഗ്വേജ്, അത് നമ്മൾ എഴുതി ഉണ്ടാക്കുന്നത്. ഓക്കെ. ദെൻ വിഷ്വൽസ്, നമുക്ക് വേണമെങ്കിൽ അതിൽ ഗ്രാഫിക്സ്, അതുപോലെ തന്നെ ഇമേജസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെയിൽസ് ലെറ്റേഴ്സിൽ ആഡ് ചെയ്യാം. ദെൻ ഫോർമാറ്റിംഗ് ആൻഡ് ഡിസൈൻ. വെറുതെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഇതാണ് ആണെങ്കിൽ അവർ അട്രാക്റ്റീവില്ല. പല പിക്ചേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ, അതിൻ്റെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ മാറ്റിയിട്ട് ആ ഒരു ഡിസൈനിലും അതുപോലെ തന്നെ എന്താ പറയുക, ചിലതൊക്കെ ഹൈലൈറ്റ് ചെയ്യാനുണ്ടാകും, ചിലത് പോയിൻ്റായിട്ട് എഴുതാനുണ്ടാകും, ബോൾഡ് ചെയ്യാനുണ്ടാകും, അണ്ടർലൈൻ ചെയ്യാനുണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള ഫോർമാറ്റിംഗ് ഒക്കെ വെച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഒരു സെയിൽസ് ലെറ്റർ വളരെ എഫക്റ്റീവ് ആവുള്ളൂ.
ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സെയിൽസ് ലെറ്റേഴ്സ് ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ടൈപ്സ് ഓഫ് സെയിൽസ് ലെറ്റേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെയിൽ സെയിൽസ് ലെറ്റർ ആണ്. ആ പേര് പറയുന്ന പോലെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് സെൻഡ് ഡയറക്റ്റ്ലി ടു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെയിൽ സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ സെയിൽസ് ലെറ്റേഴ്സ് നേരിട്ട് കൊടുക്കുന്നു. ഫോളോ അപ്പ് സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഫോളോ അപ്പ് കോൾസ് പഠിച്ചു. ഈ ഫോളോ അപ്പ് കോൾസ് എന്താണ്, നമ്മളൊരു എൻക്വയറി നടത്തിപ്പോയ കസ്റ്റമേഴ്സിനെ നമ്മൾ വീണ്ടും വിളിച്ചിട്ട് അത് പർച്ചേസ് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്ന അതേ സ്ഥാനത്ത് നമ്മളത് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഫോളോ അപ്പ് സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറയാം. അതായത് ഇറ്റ് ഹാവ് ഇൻഡിക്കേറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ എ പ്രോഡക്റ്റ് ഓർ സർവീസ് പ്രീവിയസ്ലി ബട്ട് ഹാവ് നോട്ട് യെറ്റ് കംപ്ലീറ്റഡ് എ പർച്ചേസ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ പറ്റിയിട്ട് അവർ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു, പക്ഷേ ഇതുവരെ അവർ കംപ്ലീറ്റ് ചെയ്തില്ല, പർച്ചേസ് ചെയ്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെയിൽസ് ലെറ്റർ അയക്കുന്നതിനെയാണ് ഫോളോ അപ്പ് സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സെല്ലിംഗ് ഇൻസെൻറ്റീവ് ആണ്. സെല്ലിംഗ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നവമി വന്നു, നവമീൻ്റെ സമയത്ത് അവർ ഡിസ്കൗണ്ടുകൾ വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഓണമായിട്ട് ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടാകും. അങ്ങനെ വരുന്ന ഇൻസെൻറ്റീവ്, അതായത് സ്പെഷ്യൽ ഓഫറിലും സ്പെഷ്യൽ ഡീലിലും സ്പെഷ്യൽ ഇൻസെൻറ്റീവിലൊക്കെ വിൽക്കുന്ന ടൈം ആകുമ്പോൾ അവരെ അറിയിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെല്ലിംഗ് ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ആ ഒരു സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ എൻക്വയറി സെയിൽസ് ലെറ്റേഴ്സ് ആണ്. എൻക്വയറി സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സാധാരണ രീതിയിൽ ഇത് അയക്കുന്നത് നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോഡക്റ്റ്, അതായത് പ്രോഡക്റ്റിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ ഈ ഒരു ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിനാണ് എൻക്വയറി സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെയിൽസ് ലെറ്റർ ഫോർ ന്യൂ കസ്റ്റമേഴ്സ്. ന്യൂ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതുവരെ നമ്മളെ കസ്റ്റമേഴ്സേ അല്ല, നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ്, നമ്മളുടെ സർവീസ്, നമ്മളുടെ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്രൈസ് വരുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ അറിയിച്ചും കൊണ്ടുള്ള ഒരു സെയിൽസ് ലെറ്റേഴ്സിനെയാണ് ന്യൂ സെയിൽസ് ലെറ്റേഴ്സ് ഫോർ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ താങ്ക് യു സെയിൽസ് ലെറ്റേഴ്സ് ആണ്. താങ്ക് യു സെയിൽസ് ലെറ്റേഴ്സ് എപ്പോഴായിരിക്കും നമ്മൾ പറയുന്നത്, നമ്മളെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞവർക്ക് ഉള്ള ഒരു സെയിൽസ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ താങ്ക് യു സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർമാറ്റ് ഓഫ് സെയിൽസ് ലെറ്റേഴ്സ് ആണ്. എന്തൊക്കെയാണ് ഒരു സെയിൽസ് ലെറ്റേഴ്സിൽ ഉണ്ടായിരിക്കേണ്ടത്, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്. ആദ്യം സെൻഡേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. സെൻഡർ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ കമ്പനീൻ്റെ നെയിം, അതിൻ്റെ അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അത് ടോപ്പ് ഓഫ് ദ ലെറ്റർ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ ഡേറ്റ് ഉണ്ടായിരിക്കണം, സാധാരണ ഒരു ലെറ്ററിൽ പോലത്തെ. റെസിപ്പിയൻറ്റിൻ്റെ ഇൻഫർമേഷൻ, ആർക്കാണോ റെസിപ്പിയൻറ്റിൻ്റെ നെയിം, ടൈറ്റിൽ ആർക്കാണോ അയക്കുന്നത്. സല്യൂട്ടേഷൻ മീൻസ് ഡിയർ അല്ലെങ്കിൽ റെസ്പെക്ട്ഫുൾ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് വരുന്നതിനെയാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇൻട്രഡക്ഷൻ ഉണ്ടായിരിക്കണം, ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ആ ഒരു കമ്പനീനെ പറ്റിയിട്ടൊക്കെ ഒരു ഇൻട്രഡക്ഷൻ. ദെൻ ബോഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്, ആ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ബോഡിയിൽ ഉണ്ടാവുക. ദെൻ ടെസ്റ്റിമോണിയൽസ് ഓർ കേസ് സ്റ്റഡീസ് ആണ്. അതായത് ഓൾറെഡി ഉള്ള കസ്റ്റമർ ടെസ്റ്റിമോണിയൽസോ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസോ ഉണ്ടെങ്കിൽ അവർ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഓഫർ, അതിലെത്രയാണ് അതിൻ്റെ ഓഫർ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഡിസ്കൗണ്ട് വരുന്നത്. ദെൻ കോൾ ടു ആക്ഷൻ ആണ്. അതായത് അവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മാക്സിമം എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാരണ്ടി, വാറണ്ടി, അതിൻ്റെ ടേംസ്, കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളിക്കാം. ദെൻ അതിൻ്റെ റെസിപ്പിയൻസ് ആ ഒരു ടൈം കൺസിഡറേഷൻ ആണെങ്കിൽ അതിൽ പൊളൈറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിൻസിയർലിന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം അതിൻ്റെ ക്ലോസിങ് നമ്മൾ ഇതാക്കണ്ട്. ദെൻ സിഗ്നേച്ചറാണ്. ഫിസിക്കൽ കോപ്പി, അതായത് സൈൻ ദ ലെറ്റർ ഇഫ് ഇറ്റ് ഇസ് എ ഫിസിക്കൽ കോപ്പി ആണെങ്കിൽ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. ഇനി ഡിജിറ്റൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഇമെയിൽസ് ഒക്കെ ആണെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈൻ ചെയ്യാം. ഇനി പോസ്റ്റ് സ്ക്രിപ്റ്റ് വരികയാണെങ്കിൽ അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സെല്ലിംഗ് പോയിൻറ്റ്സിന് അല്ലെങ്കിൽ സെൻസ് ഓഫ് അർജൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് സ്ക്രിപ്റ്റ് അവിടെ ഉപയോഗിക്കുന്നത്. ദെൻ അതിൽ വരുന്നത് കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് ക്ലിയർ ആയിട്ട് കൊടുക്കണം. എൻക്ലോഷർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ വാറണ്ടി കാർഡുകൾ, ഗ്യാരണ്ടി കാർഡുകൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ കാർഡുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഒന്നെങ്കിൽ അർജൻറ്റ്, പെട്ടെന്ന് എത്തേണ്ട ലെറ്ററൊക്കെ ആണെങ്കിൽ അർജൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതും, അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ്. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഫോർമാറ്റ് ഓഫ് സെയിൽസ് ലെറ്റേഴ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് 4 A's ഓഫ് എ സെയിൽസ് ലെറ്റേഴ്സ് ആണ്. എന്തൊക്കെയാണ് 4 A's ഓഫ് എ സെയിൽസ് ലെറ്റേഴ്സ്? എ അതായത് ഒരു സെയിൽസ് ലെറ്റർ ഉണ്ടാകുന്ന 4 A ഏതൊക്കെയാണെന്ന് നോക്കണം. അറ്റൻഷൻ, അപ്പീൽ, അപ്ലിക്കേഷൻ, ആക്ഷൻ. ഇതൊക്കെയാണ് 4 A'സിൽ വരുന്നത്. അറ്റൻഷൻ ഉണ്ടായിരിക്കണം, അപ്പീൽ ഉണ്ടായിരിക്കണം, അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം, ആക്ഷൻ ഉണ്ടായിരിക്കണം.
അതിലാദ്യം വരുന്നതാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അവരുടെ അറ്റൻഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നമ്മൾ ക്രിയേറ്റീവായിട്ടായിരിക്കണം ഈ ഒരു സെയിൽസ് ലെറ്റേഴ്സ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പീൽ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കണം, വളരെ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഓൺഗോയിങ് ട്രെൻഡൊക്കെ നമ്മൾ ക്ലിയറായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു അപ്പീൽ കാണുമ്പോൾ തന്നെ അത് വായിച്ചു നോക്കാനും അത് എന്താ പറയുക കൂടുതൽ ഇൻട്രസ്റ്റ് വരാനുള്ളൊരു ഇതായിരിക്കണം. ദെൻ അപ്ലിക്കേഷൻ, അതായത് അതിൻ്റെ യൂട്ടിലിറ്റി ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ദി പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിന് നമുക്ക് എവിടെയൊക്കെ യൂട്ടിലിറ്റി, എന്തൊക്കെ യൂസസ് ഉണ്ട്, എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളോ അതിൽ പറഞ്ഞിരിക്കണം. ദെൻ ആക്ഷനാണ്. ആക്ഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് വാങ്ങാനുള്ളൊരു ഒരു ഇതുണ്ടായിരിക്കണം. അതിൽ നോക്കുന്ന സമയത്ത് ആക്ഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, യുണീക്ക് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെ വളരെ അട്രാക്റ്റീവായിട്ട് വേണം നമ്മൾ ആ ഒരു സെയിൽസ് ലെറ്റേഴ്സിനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്തിനാണ് ഈ ഒരു സെയിൽസ് ലെറ്റേഴ്സിൻ്റെ ഫങ്ഷൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെയിൽസ് ലെറ്റേഴ്സ് ഉണ്ടാക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അല്ലേ. ഫസ്റ്റ് വൺ ഫങ്ഷൻസ് ഓഫ് എ സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രൊമോഷനാണ്. നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, മാക്സിമം പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സെയിൽസ് ലെറ്റേഴ്സ് എടുക്കാം. ദെൻ പെർസുവേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യിക്കുക, അതായത് കസ്റ്റമേഴ്സിന് മാക്സിമം നമ്മൾ ആ ഒരു ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻഡ്യൂസ് ചെയ്യിച്ച് അത് വാങ്ങാനുള്ളൊരു ആക്ഷനിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ പെർസുവേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻഫർമേഷനലാണ്. സെയിൽസ് ലെറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാം, അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുക്കാം, ബെനിഫിറ്റ്, പുതിയ സർവീസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിൽസ് ലെറ്റേഴ്സ് എടുക്കുന്നുണ്ട്. ദെൻ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലെറ്റേഴ്സ് അയക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കസ്റ്റമറായിട്ട് ടച്ച് ചെയ്യാം, അതായത് കീപ്പ് ഇൻ ടച്ച് ആയിരിക്കും അല്ലേ. ദെൻ ഫോളോ അപ്പ്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു സെയിൽസ് ലെറ്റേഴ്സിൻ്റെ ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്.